5 മാല. മാല. മാ എഴുതുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മാ എങ്ങനെയാണ് എഴുതേണ്ടത്? ഒരു ഡോട്ട് ആദ്യം കൊടുത്ത് മുകളിലേക്ക് പോയി താഴേക്ക് വന്ന് വീണ്ടും ഒരു വര വരച്ച് മുകളിലേക്ക് പോകാം. ഒന്നും കൂടി ഞാൻ പറയാം. ഒരു ഡോട്ട് ആദ്യം കൊടുത്ത് മുകളിലേക്ക് വരയ്ക്കുന്നത് പോലെ വരച്ച് താഴേക്ക് വന്ന് വീണ്ടും നേരെ പോയി മുകളിലേക്ക് പോയാൽ മാ കിട്ടും. ഓക്കെ, ആദ്യത്തെ പദം എന്താണ്? ആദ്യത്തെ വാക്ക് എന്താണ് ഇതില്? മാല. മാ എന്ന അക്ഷരത്തിന്റെ കൂടെ ആ എന്ന അക്ഷരത്തിന്റെ ചിഹ്നമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ചിഹ്നം മാ എന്ന അക്ഷരത്തിന്റെ കൂടെ വന്നാൽ നമ്മൾ എന്താണ് വായിക്കുന്നത്? ഇത് മാ. ആ എന്ന വാക്കിന്റെ ചിഹ്നം ഇവിടെ എഴുതി അതിനു മുൻപായി മാ എന്ന അക്ഷരം എഴുതിയാൽ നമുക്ക് മാ എന്ന് കിട്ടും. മറ്റൊരു ഉദാഹരണം പറയാം നമുക്ക്. വാ എഴുതി അതിൻ്റെ കൂടെ ആ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം ചേർത്താൽ നമുക്ക് വാ കിട്ടും. അതുപോലെ മാ ല. ല നമ്മൾ ഇതിനു മുന്നേ പഠിച്ചു കഴിഞ്ഞു. ചിത്രത്തിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? മാല. 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 അപ്പോൾ നമുക്കിവിടെ ഈ ഡോട്ടുകൾ കൂട്ടി യോജിപ്പിക്കാം. മാല. മാല. ഇനി മാ വെച്ച് വരുന്ന വാക്കുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വായിക്കാം. മല, മാല. ആ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം വന്നപ്പോൾ മല എന്തായി? മാല എന്നായി. മാനം. മാ എന്ന അക്ഷരത്തിന്റെ കൂടെ ആ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം വന്നപ്പോൾ മാ എന്നായി. മാ ന അം. അം എന്ന അക്ഷരം എന്താണ്? എങ്ങനെയാണ് എഴുതുക? കുഞ്ഞി ഒരു 0 എഴുതിയാൽ നമുക്കത് അം ചിഹ്നമാണ്. അം വാക്കാണ്. ഓക്കെ, മാനം. കഴുത്തിൽ അണിയുന്ന ആഭരണത്തിന്റെ പേരെന്താണ്? മാല. ഉയരം കൂടിയ സ്ഥലത്തിന് പറയുന്ന പേരെന്താണ്? മല. ഉയരം കൂടിയ സ്ഥലത്തിന് പറയുന്ന പേരെന്താണ്? മല.